Hi friends, welcome to I Choose Kitchen. ഹലോ അസ്സലാമലൈക്കും നമസ്കാരം. അപ്പോൾ ഇന്ന് ഞാൻ ട്രെസ് ലെച്ചസ് കേക്കിൻ്റെ റെസിപ്പി ആയിട്ടാണ് വന്നിട്ടുള്ളത്. ഇത് നല്ലൊരു കിഡിലൻ ടേസ്റ്റിലുള്ള ഒരു കേക്കാണ്. നമ്മളിത് പാലൊക്കെ ഒഴിച്ച് സോക്ക് ചെയ്തിട്ടാണ് ഈ കേക്ക് കഴിക്കുക. അപ്പോൾ ഇതെങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. അതിന് മുന്നേ എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ അല്ലെങ്കിൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ തൊട്ടടുത്തൊരു കുഞ്ഞു ബെല്ലൈക്കൺ കാണാം. അത് ക്ലിക്ക് ചെയ്യുമ്പോൾ 3 ഓപ്ഷൻസ് വരും. അതിൽ ഓൾ ക്ലിക്ക് ചെയ്യണം. എങ്കിലേ ഞാൻ വീഡിയോസ് അപ്ലോഡ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ കിട്ടുള്ളൂ. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം. ട്രെസ് ലെച്ചസ് കേക്ക് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് നമുക്ക് ആദ്യം സ്പഞ്ച് കേക്ക് ഉണ്ടാക്കണം. അപ്പോൾ സ്പഞ്ച് കേക്ക് ഉണ്ടാക്കാൻ വേണ്ടിയിട്ടുള്ള ഡ്രൈ ഇൻഗ്രീഡിയൻസ് ഒക്കെ നമുക്കൊന്ന് അരിച്ചെടുക്കാം. അതിന് വേണ്ടിയിട്ട് ഞാനൊരു ബൗളിലേക്ക് ഒരു അരിപ്പ വെച്ചിട്ട് 1 കപ്പ് മൈദ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഞാനിപ്പോൾ 1 kg കേക്കിൻ്റെ മെഷർമെൻറ്റാണ് പറയണത്. നിങ്ങൾക്കിപ്പോൾ 1/2 kg കേക്കാണ് ആവശ്യമെങ്കിൽ ഞാൻ എടുക്കുന്ന മെഷർമെൻറ്റിൻ്റെ പകുതി എടുത്താൽ മതി. ഞാനിപ്പോൾ 1 കപ്പ് മൈദ ഇട്ട് കൊടുത്തതിന് പകരം നിങ്ങൾക്ക് 1/2 kg ആണെങ്കിൽ 1/2 കപ്പ് മൈദ ഇട്ട് കൊടുത്താൽ മതി. അങ്ങനെ ഞാൻ എടുക്കുന്ന ഇൻഗ്രീഡിയൻസിൻ്റെ എല്ലാത്തിൻ്റെ പകുതി എടുത്താൽ മതി 1/2 kg ആണ് ഉണ്ടാക്കുന്നതെങ്കിൽ. ഇനി ഇതിലേക്ക് 1 ടീസ്പൂൺ ബേക്കിംഗ് പൗഡറും 1/4 ടീസ്പൂൺ ബേക്കിംഗ് സോഡയും 2 നുള്ളു ഉപ്പും കൂടി ചേർത്തിട്ട് നമുക്കിത് അരിച്ചെടുക്കാം. മിനിമം 2 പ്രാവശ്യമെങ്കിലും നമുക്കിത് അരിച്ചെടുക്കണം. അപ്പോഴാണ് നമ്മുടെ കേക്ക് നല്ല സോഫ്റ്റ് ആയിട്ട് വരുള്ളൂ. ഇപ്പോൾ ഞാൻ 2 പ്രാവശ്യം അരിച്ചെടുത്തിട്ടുണ്ട്. അരിച്ചെടുത്തതിന് ശേഷം നമുക്ക് ഇതുപോലെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം. അപ്പോഴാണ് നമ്മുടെ കേക്ക് എല്ലാ സൈഡിലും ഒരേപോലെ പൊന്തി വരുള്ളൂ. ഇനി നമുക്കിതൊരു സൈഡിലേക്ക് മാറ്റി വെച്ചിട്ട് വേറൊരു ബൗൾ എടുക്കാം. എന്നിട്ട് അതിലേക്ക് നമുക്ക് 4 മുട്ട പൊട്ടിച്ചിടാം. ഇനി നമുക്ക് ആദ്യം തന്നെ ഇതിലേക്ക് വാനില എസൻസ് ചേർത്ത് കൊടുക്കാം. 1 ടീസ്പൂൺ വാനില എസൻസാണ് ഞാനിപ്പോൾ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത്. ഒരുപാട് പേര് പറയുന്ന ഒരു കംപ്ലൈൻ്റ് ആണ് കേക്കിന് മുട്ടയുടെ സ്മെല്ല് വരുന്നുണ്ടെന്ന്. അപ്പോൾ അതില്ലാതിരിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മളിപ്പോൾ ആദ്യം തന്നെ വാനില എസൻസ് ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് ബീറ്റ് ചെയ്തെടുക്കുന്നത്. വാനില എസൻസ് ചേർത്തിട്ട് നമ്മൾ കുറച്ച് നേരം നന്നായിട്ടൊന്ന് ബീറ്റ് ചെയ്തെടുക്കണമെങ്കിൽ ആ മുട്ടയുടെ സ്മെല്ല് കംപ്ലീറ്റ് ആയിട്ട് നമുക്ക് മാറിക്കിട്ടും. ഇനി ഇതിലേക്ക് നമുക്ക് ഷുഗർ പൗഡർ ചേർത്ത് കൊടുക്കാം. 1 കപ്പ് ഷുഗർ പൗഡറാണ് ഞാനിപ്പോൾ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത്. അത് നമുക്ക് കുറേശ്ശെ ചേർത്തിട്ട് ബീറ്റ് ചെയ്തെടുക്കാം. കുറേശ്ശെ ചേർത്തിട്ട് തന്നെ ബീറ്റ് ചെയ്തെടുത്താൽ മതി. ഒറ്റയടിക്ക് ഇട്ടിട്ട് ബീറ്റ് ചെയ്യണ്ട. ഇപ്പോൾ മുട്ടയും ഷുഗർ പൗഡർ നന്നായി ബീറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് സൺഫ്ലവർ ഓയിൽ ചേർത്ത് കൊടുക്കാം. 1/4 കപ്പ് സൺഫ്ലവർ ഓയിലാണ് ഇപ്പോൾ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത്. ഓയിൽ ചേർത്താൽ പിന്നെ ഓവറായിട്ട് ബീറ്റ് ചെയ്യേണ്ട ആവശ്യമില്ല. ഒന്ന് മിക്സ് ചെയ്തെടുത്താൽ മാത്രം മതി. ഇനി നമുക്കിതിലേക്ക് അരിച്ചു വെച്ചിട്ടുള്ള ഡ്രൈ ഇൻഗ്രീഡിയൻസ് ചേർത്ത് കൊടുക്കാം. ഡ്രൈ ഇൻഗ്രീഡിയൻസ് ചേർത്ത് കൊടുക്കുന്ന സമയത്ത് ഓവറായിട്ട് ബീറ്റ് ചെയ്യേണ്ട. അപ്പോൾ ഇലക്ട്രിക് ബീറ്റർ യൂസ് ചെയ്യേണ്ട. അഥവാ ഇലക്ട്രിക് ബീറ്റർ യൂസ് ചെയ്യണമെങ്കിൽ തന്നെ ലോ സ്പീഡിൽ ഇട്ടിട്ട് മിക്സ് ചെയ്തെടുത്താൽ മതി. ഡ്രൈ ഇൻഗ്രീഡിയൻസ് ചേർത്ത് കൊടുക്കുന്നതിൻ്റെ ഒപ്പം തന്നെ നമുക്കിതിലേക്ക് 1/4 കപ്പ് പാലും കൂടി ചേർത്ത് കൊടുക്കണം. അപ്പോൾ റൂം ടെമ്പറേച്ചറിലുള്ള പാല് ചേർത്ത് കൊടുത്താൽ മതി. അപ്പോൾ ആദ്യം നമുക്ക് കുറച്ച് പൊടി ചേർത്ത് കൊടുക്കാം. എന്നിട്ട് അതൊന്ന് ഇതുപോലെ മിക്സ് ചെയ്തെടുക്കാം. നമ്മൾ ഏത് സൈഡിലേക്കാണോ ഫോൾഡ് ചെയ്യുന്നത് ആ സൈഡിലേക്ക് മാത്രം മിക്സ് ചെയ്ത് കൊടുത്താൽ മതി. പിന്നെ കുറച്ച് പാൽ ഒഴിച്ച് കൊടുത്തിട്ട് അതുപോലെ തന്നെ മിക്സ് ചെയ്തെടുക്കാം. ഇങ്ങനെ ഇടവിട്ടിട്ട് വേണം പാലും പൊടിയും ചേർത്ത് കൊടുക്കാനായിട്ട്. ആദ്യം പൊടി ചേർത്ത് കൊടുക്കുകയാണെങ്കിൽ പിന്നെ കുറച്ച് പാൽ ചേർത്ത് കൊടുക്കുക, പിന്നെ കുറച്ച് പൊടി ചേർത്ത് കൊടുക്കുക. അങ്ങനെ ഇടവിട്ടിട്ട് വേണം മിക്സ് ചെയ്തെടുക്കാനായിട്ട്. പിന്നെ നമ്മൾ ലാസ്റ്റ് പൊടി ചേർത്ത് കൊടുക്കുന്ന തരത്തിൽ വേണം മിക്സ് ചെയ്യാനായിട്ട്. അപ്പോൾ ഞാൻ കുറച്ച് പൊടി ബാക്കി വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ബാക്കിയുള്ള പാൽ ഒഴിച്ചിട്ട് ലാസ്റ്റ് പൊടി ചേർത്ത് കൊടുക്കാം. ഇങ്ങനെ ലാസ്റ്റ് പൊടി ചേർത്ത് കൊടുക്കുന്ന തരത്തിൽ വേണം നമ്മളിത് മിക്സ് ചെയ്തെടുക്കാനായിട്ട്.
അപ്പോൾ നമ്മുടെ കേക്കിൻ്റെ ബാറ്ററി റെഡി ആയിട്ടുണ്ട്. ഇതാണ് ബാറ്ററിൻ്റെ കൺസിസ്റ്റൻസി. ഇനി നമുക്ക് കേക്ക് ബേക്ക് ചെയ്തെടുക്കാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ കേക്ക് ടിന് റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ബട്ടറൊക്കെ പുരട്ടിയിട്ട് ബട്ടർ പേപ്പറൊക്കെ വെച്ചിട്ട് റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ഈ ബട്ടർ പുരട്ടുന്നതിന് പകരം നിങ്ങൾക്ക് വേണമെങ്കിൽ ഓയിൽ പുരട്ടി കൊടുത്താലും മതി. എന്നിട്ട് നമുക്ക് ഈ കേക്കിൻ്റെ ബാറ്റർ കേക്ക് ടിന്നിലേക്ക് ഒഴിച്ചു കൊടുക്കാം. എയർ ബബിൾസ് ഒന്നും ഇല്ലാതിരിക്കാൻ വേണ്ടിയിട്ട് നമുക്ക് നന്നായിട്ടൊന്ന് ടാപ്പ് ചെയ്ത് കൊടുക്കാം. ഇനി നമുക്ക് കേക്ക് ബേക്ക് ചെയ്തെടുക്കാം. ഞാനിത് ഓവനില്ലാതെയാണ് ബേക്ക് ചെയ്തെടുക്കുന്നത്. ഈ സോസ് പാനിലാണ് കേക്ക് ബേക്ക് ചെയ്യണത്. ഞാൻ ഈ സോസ് പാൻ ഒരു 5 മിനിറ്റ് മീഡിയം ഫ്ലെയിമിൽ പ്രീ ഹീറ്റ് ചെയ്യാനായിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു. സോസ് പാൻ്റെ ഉള്ളിൽ ഇതുപോലെ ഒരു റിങ് വെച്ച് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് ആ റിങ്ങിൻ്റെ മുകളിലേക്ക് നമുക്ക് കേക്ക് ടിന്ന് വെച്ച് കൊടുക്കാം. എന്നിട്ട് മൂടി വെച്ചിട്ട് നമുക്ക് സിമ്മിലിട്ടിട്ട് ഒരു 35 മിനിറ്റ് സിമ്മിലിട്ടിട്ട് ബേക്ക് ചെയ്തെടുക്കാം. ഇതിൻ്റെ മുകളിൽ ഇതുപോലെ എന്തെങ്കിലും ഒരു വെയിറ്റ് വെച്ച് കൊടുക്കുന്നത് നല്ലതാണ്. അപ്പോൾ ഈ കേക്ക് ബേക്കായി വരുമ്പോഴേക്കും നമുക്ക് ഇതിലേക്ക് ഒരു പാലിൻ്റെ മിക്സ് റെഡിയാക്കി എടുക്കാണ്ട്. അത് റെഡിയാക്കി എടുക്കാം. അതിന് വേണ്ടിയിട്ട് ഒരു ബൗളിലേക്ക് ഞാൻ 1 കപ്പ് പാൽ ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. ഈ പാല് ഞാൻ കുറച്ച് നേരം തിളപ്പിച്ചിട്ട് ചെറുതായിട്ടൊന്ന് കട്ടിയാക്കി എടുത്തിട്ടുള്ളതാണ്. അപ്പോൾ നിങ്ങളുടെ കയ്യിൽ ഇവാപ്പറേറ്റഡ് മിൽക്ക് ഉണ്ടെങ്കിൽ അത് യൂസ് ചെയ്യാം. ഇല്ലെങ്കിൽ ഇതുപോലെ പാലൊന്ന് കട്ടിയാക്കി എടുത്താൽ മതി. പാലിലെ വെള്ളത്തിൻ്റെ അംശമൊക്കെ ഒന്ന് വറ്റിച്ചെടുത്താൽ മതി. ഇനി നമുക്കിതിലേക്ക് ഫ്രഷ് ക്രീം ചേർത്ത് കൊടുക്കാം. ഞാനിപ്പോൾ അമൂലിൻ്റെ ഫ്രഷ് ക്രീമാണ് ചേർത്ത് കൊടുക്കുന്നത്. അതൊരു 1/2 കപ്പ് ചേർത്ത് കൊടുക്കാം. ഈ ഫ്രഷ് ക്രീമിന് പകരം വേണമെങ്കിൽ നിങ്ങൾക്ക് വിപ്പിംഗ് ക്രീം ചേർത്ത് കൊടുക്കാം. പിന്നെ ഞാൻ ഇതിലേക്ക് ഒരു 1/2 കപ്പ് മിൽക്ക് മെയ്ഡും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്, കണ്ടൻസ്ഡ് മിൽക്ക്. എന്നിട്ട് നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. നമ്മുടെ ഈ കേക്കിന് ട്രെസ് ലെച്ചസ് കേക്ക് എന്ന് പേര് വരാൻ കാരണം നമ്മൾ ഇതിലേക്ക് ഈ 3 പാല് യൂസ് ചെയ്യുന്നത് കൊണ്ടാണെന്നാണ് പറയുന്നത്. ഇനി നമുക്കിതൊരു സൈഡിലേക്ക് മാറ്റി വെക്കാം. അപ്പോൾ നമ്മുടെ കേക്ക് ബേക്ക് ചെയ്യാനായിട്ട് വെച്ചിട്ട് ഒരു 35 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. നമുക്കിതൊന്ന് തുറന്ന് നോക്കാം. കേക്ക് വെന്തിട്ടുണ്ടോയെന്ന് ഒരു ടൂത്ത് പിക്കോ സ്ക്യൂറോ വെച്ചിട്ട് കുത്തി നോക്കാം. നല്ല ക്ലിയർ ആയിട്ട് തന്നെ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ കേക്ക് റെഡി ആയിട്ടുണ്ട്. നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. അപ്പോൾ കേക്കിൻ്റെ ചൂട് പോയപ്പോൾ ഞാൻ അതിലത്തെ ബട്ടർ പേപ്പറൊക്കെ റിമൂവ് ചെയ്തിട്ടുണ്ട്. നമ്മുടെ കേക്ക് നല്ല സോഫ്റ്റ് ആയിട്ട് തന്നെ കിട്ടിയിട്ടുണ്ട്. ഇനി കേക്ക് നമുക്ക് ഒരു ബൗളിലേക്കോ ഒരു പ്ലേറ്റിലേക്കോ വെച്ച് കൊടുക്കാം. ഒരു ഫോർക്ക് വെച്ചിട്ട് നമുക്കിതൊന്ന് ഇതുപോലെ കുത്തി കൊടുക്കാം. അപ്പോൾ നമ്മുടെ 3 മിൽക്ക് മിക്സ് ഒഴിച്ചു കൊടുക്കുമ്പോൾ നന്നായിട്ട് സോക്കാവാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഇതുപോലെ ഫോർക്ക് വെച്ചിട്ട് കുത്തി കൊടുക്കുന്നത്. ഇനി നമ്മൾ റെഡിയാക്കി വെച്ചിട്ടുള്ള പാല് ഇതിലേക്ക് ഒഴിച്ചിട്ട് കേക്ക് സോക്ക് ചെയ്തെടുക്കാം. കേക്ക് നന്നായിട്ട് സോക്ക് ചെയ്തെടുക്കണം. അപ്പോൾ ഞാൻ മുഴുവനായിട്ട് ഒഴിച്ചു കൊടുക്കണില്ല, കുറച്ച് പാല് ബാക്കി വെക്കുന്നുണ്ട്. നമ്മൾ കഴിക്കുന്ന സമയത്ത് ബാക്കിയുള്ള പാല് ഒഴിച്ചിട്ടാണ് നമ്മൾ ഈ കേക്ക് കഴിക്കുക. ഇനി നമ്മൾ ഇതിൻ്റെ മുകളിൽ മാത്രമാണ് നമ്മൾ വിപ്പിംഗ് ക്രീം വെച്ചിട്ട് ഡെക്കറേഷൻ ചെയ്യണത്. അപ്പോൾ കുറച്ച് വിപ്പിംഗ് ക്രീം എടുത്തിട്ട് ബീറ്റ് ചെയ്താൽ മതി. അപ്പോൾ ഞാൻ വിപ്പിംഗ് ക്രീം ഇതുപോലെ പൈപ്പിംഗ് കവറിലേക്ക് ആക്കിയിട്ടുണ്ട്. അതിലൊരു നോസിൽ വെച്ചിട്ടുണ്ട്. നോസിൽ വെക്കണം എന്ന് നിർബന്ധമൊന്നുമില്ല. നോസിലില്ലാതെ പൈപ്പിംഗ് കവറിൻ്റെ അറ്റൊന്ന് മുറിച്ചിട്ട് ഇതുപോലെ ആക്കി കൊടുത്താലും മതി. ഇനി ഇതിൻ്റെ മുകളിൽ നമുക്ക് കുറച്ച് പിസ്താഷ്യോ ഇട്ടിട്ട് ഗാർണിഷ് ചെയ്യാം. ഇനി ഇതിൻ്റെ മുകളിൽ നിങ്ങൾക്ക് വേണമെങ്കിൽ ഡ്രൈഡ് റോസ് ചേർത്തിട്ട് ഗാർണിഷ് ചെയ്യാം. ഞാനിപ്പോൾ അത് ചേർത്ത് കൊടുക്കണില്ല. ഞാനതിന് പകരം ഒരു ഭംഗിക്ക് വേണ്ടിയിട്ട് ചെറിയാണ് ചേർത്ത് കൊടുക്കുന്നത്. ഇങ്ങനെ ചേർത്ത് കൊടുക്കണമെന്ന് നിർബന്ധമൊന്നുമില്ല. പിസ്താഷ്യോ മാത്രം ചേർത്ത് കൊടുത്താലും മതി. അപ്പോൾ നമ്മുടെ ട്രെസ് ലെച്ചസ് കേക്ക് റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കിതൊരു കുറച്ച് നേരം ഫ്രിഡ്ജിൽ വെച്ചിട്ട് സെറ്റ് ചെയ്തെടുക്കാം.
അപ്പോൾ ഞാനിത് കുറച്ച് നേരം ഫ്രിഡ്ജിൽ വെച്ചിട്ട് എടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് എങ്ങനെയാണ് കഴിക്കുന്നത് എന്ന് നോക്കാം. അപ്പോൾ ബാക്കിയുള്ള പാല് ഇതുപോലെ കേക്കിൻ്റെ മുകളിലേക്ക് ഒഴിച്ചിട്ടാണ് നമ്മൾ കഴിക്കുന്നത്. അപ്പോൾ കഴിക്കണ സമയത്ത് ബാക്കിയുള്ള പാൽ ഒഴിച്ചാൽ മതി. നമുക്കിതൊന്ന് മുറിച്ച് നോക്കാം. നല്ല സോക്കായിട്ട് കിട്ടിയിട്ടുണ്ട്. നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു കേക്കാണ് കേട്ടോ ഇത്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. തീർച്ചയായിട്ടും എല്ലാവർക്കും ഇഷ്ടപ്പെടും. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ എല്ലാവരും ഇപ്പോൾ തന്നെ ഒന്ന് ലൈക്ക് ചെയ്യണം. ലൈക്ക് ചെയ്യാൻ മറക്കരുത്. അതുപോലെ തന്നെ എല്ലാവരും ട്രൈ ചെയ്തിട്ട് ഫീഡ്ബാക്കൊക്കെ അറിയിക്കണം. ഇനിയും ഇതുപോലുള്ള വീഡിയോസുമായി വരാൻ നിങ്ങൾ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം. സബ്സ്ക്രൈബ് ചെയ്താൽ ബെല്ലൈക്കൻ ക്ലിക്ക് ചെയ്യാൻ മറക്കരുത്. എങ്കിലേ ഞാൻ വീഡിയോസ് അപ്ലോഡ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ കിട്ടുള്ളൂ. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. Please subscribe, comment, like and share.